ബ്രിട്ടാസാര മോഹൻ അല്ലെങ്കിൽ ചെറിയ ഫിലിപ്പാണ് ഇപ്പോൾ രാജ്യസഭയിൽ ഇരിക്കുന്നത്. അത് പൂവടർത്തുന്ന പോലെ അദ്ദേഹം രാജ്യസഭ സീറ്റ് കൈക്കലായി. പുള്ളി യഥാർത്ഥത്തിൽ CPM കാരനൊന്നുമല്ല, ദേശാഭിമാനി പത്രത്തിലെ ഒരു തൂലിയ തൊഴിലാളി മാത്രമല്ല. അവിടുന്ന് പിണറായി വിജയന് സോപ്പിട്ട് കൈരളി ചാനലിന്റെ പ്രധാന നടത്തിപ്പുകാർ, പിന്നെ രാജ്യസഭാംഗം. അതിനിടയ്ക്ക് 3 കൊല്ലം നമ്മുടെ ലക്ഷ്മിയടത്തിയുടെ ലോ കോളേജിൽ പോയി ഉഴുന്നരച്ചും അരിയാട്ടിയും ഒരു നിയമബിരുദവും കരസ്ഥമാക്കി. അങ്ങനെ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ്, ഒരു നിയമബിരുദാരിയെ പിന്നെ ഡോക്ടറേറ്റ് സംഘടിപ്പിച്ചു. ഡോക്ടറേറ്റ് എന്ന് വെച്ചാൽ ചിന്താ ജെറോമിന്റെ പോലത്തെ ഡോക്ടറേറ്റ്, എങ്കിൽ പോലും ഡോക്ടറാണ് അദ്ദേഹം. അത്യാവശ്യം മരുന്ന് എഴുതാൻ സാധിക്കും. അങ്ങനെ ഒരു വെടിക്കുള്ള നിയമമുണ്ട്. ഒരാളെ കൊല്ലുമ്പോൾ അതിന് വൈദ്യശാസ്ത്രം അറിയാം. പത്രപ്രവർത്തനത്തിലും അതുപോലെ TV ജേർണലിസത്തിലും ഒക്കെ കഴിവ് തെളിയിച്ച ആളാണ്. എല്ലാത്തിലും ഉപരി പിണറായി വിജയന്റെ മനസാക്ഷി തൂട്ടിപ്പുകാരൻ. പിണറായി വിജയൻ എവിടെ പോകുമ്പോഴും ബ്രിട്ടാസിനെ കൊണ്ടുപോകും. കാരണം ബ്രിട്ടാസിന് ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ പിന്നെ കണക്കും നന്നായിട്ട് അറിയാം. കണക്ക് പറഞ്ഞ് ഈ വിഭവം സമാഹരിക്കുന്നതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹായം. അങ്ങനെ ശശി തരൂരിനെ പോലെ അനർഗളമായി ഇംഗ്ലീഷ് പറയുന്ന ആളല്ല, എങ്കിലും കൗ ഈസ് എ ഡൊമസ്റ്റിക് ആനിമൽ, ഇറ്റ് ഗിവ്സ് അസ് മിൽക്ക്, ഇറ്റ് ഹാസ് 4 legs ആൻഡ് എ ലോങ് ടെയിൽ എന്നൊക്കെ പ്രസംഗിക്കാൻ കഴിവുള്ള ആളാണ്. അതാണ് ബ്രിട്ടാസിൻ്റെ മാത്തു. ബ്രിട്ടാസ് വെറും പൊട്ടാസാണ് എന്ന് നമ്മൾ വിചാരിക്കും. ബ്രിട്ട് ആസ് എന്ന് പറയുന്നവരുണ്ട്, അതും ശരിയല്ല. ഉള്ളിൽ വലിയ കഴിവും പ്രാഗൽഭ്യവും പ്രതിഭയും ഉള്ള ആളാണ്. അല്ലായിരുന്നെങ്കിൽ ഇന്നലെ നമ്മുടെ റഹീമിനെ കൊണ്ട് പ്രസംഗിപ്പിച്ചാൽ, അതല്ലെങ്കിൽ ശിവദാസിനെ കൊണ്ട് പറയിപ്പിച്ചാൽ, അതൊന്നും ചെയ്യാതെ കറുത്ത ഷർട്ടിട്ട് ഈ ഫാസിസ്റ്റുകളെ പുള്ളിഞ്ഞെട്ടി. അതുകൂടാതെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കാതെ മലയാളത്തിൽ പ്രസംഗിച്ച് സാമ്രാജ്യത്വത്തെയും പുള്ളി തോൽപ്പി. ഇനി എന്ത് ബാക്കിയുണ്ട്? ഇനി ഒറ്റക്കൊരു കാര്യമേ ബാക്കിയുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ അച്ഛന്മാർ ചോദിക്കും, എന്നാലും ബ്രിട്ടാസേ നീ ഈ ചതി ചെയ്തല്ലോ, നമ്മുടെ സഭയുടെ അരുളപ്പാടുകളെ ധിക്കരിച്ച് നീ അവിടെ പോയി പ്രസംഗിച്ചല്ലോ എന്ന് ചോദിക്കുമ്പോൾ ബ്രിട്ടാസ് എന്ത് ചെയ്യും? ബ്രിട്ടാസ് ഉടനെ തന്നെ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകൂത്തും. 7 അല്ല 70 തവണ ക്ഷമിക്കണമെന്നല്ല അച്ചോ കർത്താവ് പറഞ്ഞിട്ട്. അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാണ്, ജീവിച്ചു പോകട്ടെ. അതുകൊണ്ട് ഉത്തമ മനസ്താപത്തോടെ അച്ഛൻ്റെ മുമ്പിൽ കുമ്പസാരിക്കും. എന്നിട്ട് ഒരു കാര്യം കൂടി പറയും, പൊന്നാച്ചു ഈ ബലഹീനനായ ജോൺ ബ്രിട്ടാസ് വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ചാലും അതിൻ്റെ ഭേദഗതി എതിർത്താലും നിയമത്തെ അനുകൂലിച്ചാലും ഒരു വ്യത്യാസവും ഇല്ലല്ലോ. നല്ലവരായി BJP-കാർ ആ ഭേദഗതി പാസ്സാക്കുക മാത്രമല്ല നടപ്പാക്കിയെടുക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് വന്യപിതാവേ, എൻ്റെ ബലഹീനത, എൻ്റെ ഇടർച്ച അങ്ങ് ക്ഷമിക്കണമേ. എനിക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് റെഡിയാക്കി തരണമേ. രാജ്യസഭ കഴിഞ്ഞ് പരലോകത്ത് ചെല്ലുമ്പോൾ കർത്താവിൻ്റെ വലതുഭാഗത്ത് എനിക്കൊരു സീറ്റ് ശരിയാക്കി തരണമേ എന്ന്. പിന്നെ ഏതച്ഛനെ എന്താ ചെയ്യാൻ പറ്റും? അപ്പോൾ അച്ഛന്മാർ ക്ഷമിക്കും, പോട്ടെ ജോണെ, ഇത്തവണ പറ്റിയത് പറ്റി, ഇനി മേലിൽ പറ്റാതെ നോക്കണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പറയും. ഇതാണ് ജോൺ ബ്രിട്ടാസും ഈ രാജ്യസഭയിലും ലോകസഭയിലുള്ള ബാക്കി മെമ്പർമാരും തമ്മിലുള്ള വ്യത്യാസം. പുള്ളി ജീവിക്കാൻ പഠിച്ച ആളാണ്. ബാക്കി പല മെമ്പർമാരും അപ്പോൾ ജീവിക്കാൻ പഠിക്കാത്തവരാണെന്നല്ല ഞാൻ പറഞ്ഞു. അവർക്ക് ആർക്കും ഇല്ലാത്തൊരു ചാതുര്യം ഇദ്ദേഹത്തിനുണ്ട്. അത് കറുത്ത ഷർട്ട് ഇടുന്ന കാര്യത്തിലാണെങ്കിലും മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഉത്തമ മനസ്താപത്തോടുകൂടി പള്ളിയിലച്ഛൻ്റെ അടുത്ത് കുമ്പസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ബ്രിട്ടാസിനെ വെട്ടാൻ ഇന്നിപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ മറ്റൊരാളില്ല.